ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കരുത്തരായ ഒരു രാജ്യമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഫ്രാൻസുമായുള്ള പുതിയ പ്രതിരോധ സഹകരണം. ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം വാങ്ങാൻ ലോകശക്തിയായ ഫ്രാൻസ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വാർത്തയാണ്. വരും വർഷങ്ങളിൽ ഫ്രഞ്ച് പടക്കപ്പലുകളിലും അവരുടെ സൈനിക വ്യൂഹത്തിലും ഇന്ത്യൻ കരുത്തുകൂടി ചേരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയൊരു ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം? ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ വിസ്മയം എന്ന് വിളിക്കാവുന്ന ഒന്നാണ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം. ഭാരതീയ പുരാണങ്ങളിൽ ശിവഭഗവാന്റെ വില്ലിന്റെ പേരാണ് പിനാക്ക. ആ വില്ലിൽ നിന്ന് തൊടുക്കുന്ന അസ്ത്രം പോലെ ലക്ഷ്യം തെറ്റാതെ ശത്രുവിനെ തകർക്കാൻ ശേഷിയുള്ളതിനാലാണ് ഇന്ത്യയുടെ ഈ കരുത്തൻ ആയുധത്തിന് ഈ പേര് നൽകിയത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO പൂർണ്ണമായും തദ്ദേശീയമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. പിനാക്കയുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ പ്രഹരശേഷിയാണ്. വെറും 44 സെക്കൻഡുകൾക്കുള്ളിൽ 12 മാരക റോക്കറ്റുകൾ ശത്രുപാളയത്തിലേക്ക് തൊടുത്തുവിടാൻ ഈ സിസ്റ്റത്തിന് സാധിക്കും. അതായത് 1 മിനിറ്റ് പോലും തികയുന്നതിന് മുൻപ് ശത്രുവിന്റെ ഒരു വലിയ പ്രദേശം ചാരമാക്കാൻ ഇതിന് കഴിയും. ഒരു വലിയ ട്രക്കിന് മുകളിൽ ഘടിപ്പിച്ച ലോഞ്ചറുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനാൽ തന്നെ യുദ്ധക്കളത്തിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അതിവേഗം മാറ്റാനും ആക്രമണം കടുപ്പിക്കാനും സൈന്യത്തിന് സാധിക്കും. പിനാക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം 1999 കാർഗിൽ യുദ്ധമാണ്. ഉയരത്തിലുള്ള മലനിരകളിൽ ഒളിച്ചിരുന്ന ആക്രമണം നടത്തിയിരുന്ന പാകിസ്ഥാൻ സൈന്യത്തെ തുരത്താൻ പിനാക്കയുടെ പ്രഹരശേഷി ഇന്ത്യൻ സൈന്യത്തെ വളരെയധികം സഹായിച്ചു. അന്നു മുതൽ ഈ സിസ്റ്റത്തിലെ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യ വരുത്തിയിട്ടുള്ളത്. നിലവിൽ 75 മുതൽ 90 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഗൈഡസ് പിനാക്ക റോക്കറ്റുകളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് GPS സഹായത്തോടെ ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി തകർക്കാൻ കഴിയും. പിനാക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇത് വെറും ഒരു ആയുധമല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസമാണെന്ന്. 1999 കാർഗിൽ യുദ്ധകാലത്താണ് പിനാക്ക ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത്. അന്ന് പാകിസ്ഥാൻ സൈന്യം ഉയരത്തിലുള്ള മലനിരകളിൽ നിലയുറച്ചപ്പോൾ അവരെ തുരത്താൻ ഇന്ത്യൻ സൈന്യത്തിന് കരുത്തായത് പിനാക്കയുടെ ആദ്യകാല രൂപങ്ങളായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഈ സിസ്റ്റത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് DRDO വരുത്തിയിട്ടുള്ളത്. കേവലം ഒരു റോക്കറ്റ് ലോഞ്ചർ എന്നതിലുപരി കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പായുന്ന ഒരു ഗൈഡ് മിസൈൽ സംവിധാനമായി ഇത് പിനാക്ക മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഫ്രാൻസ് ഇത് തിരഞ്ഞെടുത്തു? നിലവിൽ ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനിൽ നിന്ന് 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള വമ്പൻ കരാറിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. എന്നാൽ വെറും ഒരു ആയുധ കച്ചവടത്തിനപ്പുറം ഇന്ത്യയെ തങ്ങൾക്ക് തുല്യമായ ഒരു പ്രതിരോധ പങ്കാളിയായി ഫ്രാൻസ് അംഗീകരിക്കുന്നു എന്നതാണ് ഈ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ വെറും ഒരു ആയുധ കച്ചവടത്തിനപ്പുറം ഇന്ത്യയെ തങ്ങൾക്ക് തുല്യമായ ഒരു പ്രതിരോധ പങ്കാളിയായി ഫ്രാൻസ് അംഗീകരിക്കുന്നു എന്നതാണ് ഈ നീക്കത്തിലൂടെ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ അതിനൂതനമായ ഹിമാർസ് റോക്കറ്റ് സിസ്റ്റത്തിനോട് കിടപിടിക്കുന്നതും എന്നാൽ ചെലവ് കുറഞ്ഞതുമായ ഒരു ആയുധം എന്ന നിലയിലാണ് ഫ്രാൻസ് പിനാക്കയെ നോക്കിക്കാണുന്നത്. യുക്രൈൻ യുദ്ധം പോലുള്ള ആധുനിക യുദ്ധ സാഹചര്യങ്ങളിൽ പീരങ്കിപ്പടയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്താണ് ഫ്രാൻസ് ഇന്ത്യയുടെ ഈ സാങ്കേതിക വിദ്യയിൽ വിശ്വാസം അർപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫ്രഞ്ച് ബ്രിഗേഡിയർ ജനറൽ സ്റ്റീഫൻ റിച്ചാർഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ത്യയിലെത്തി പിനാക്കയുടെ പരീക്ഷണം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിരുന്നു. പിനാക്കയുടെ പ്രവർത്തനക്ഷമത ലോകത്തെ ഏത് വമ്പൻ ആയുധത്തോടും തുലനം ചെയ്യുന്നു എന്നതാണ്. വെറും 44 സെക്കൻഡുകൾക്കുള്ളിൽ 12 മാരകമായ റോക്കറ്റുകൾ തൊടുക്കാൻ ഈ സിസ്റ്റത്തിന് സാധിക്കും. DRDO വികസിപ്പിച്ചെടുത്ത ഈ റോക്കറ്റുകൾക്ക് നിലവിൽ 75 മുതൽ 90 കിലോമീറ്റർ വരെ കൃത്യതയോടെ ലക്ഷ്യം തകർക്കാൻ ശേഷിയുണ്ട്. ഇതിന്റെ ദൂരപരിധി 120 കിലോമീറ്ററായും പിന്നീട് 400 കിലോമീറ്ററിലധികമായും വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ ഇന്ത്യയിൽ പുരോഗമിക്കുകയാണ്. ടാറ്റ പവർ, ലാർസൻ ആൻഡ് ട്രൂബോ തുടങ്ങിയ ഇന്ത്യൻ സ്വകാര്യ കമ്പനികളുടെ കൂടി സഹകരണത്തോടെയാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. ഫ്രാൻസിനെ പോലെ ആയുധ നിർമ്മാണത്തിൽ ലോകത്തിന് മാതൃകയായ ഒരു രാജ്യം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും വരും വർഷങ്ങളിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങളിലേക്ക് തിരിയാൻ കാരണമാവുകയും ചെയ്യും. ഫ്രാൻസിന് മുൻപ് തന്നെ അർമേനിയ പിനാക്ക വാങ്ങാൻ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. അസർബൈജാനുമായുള്ള യുദ്ധത്തിൽ പിനാക്കയുടെ പ്രകടനം ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കൂടാതെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ്.
ഫിലിപ്പീൻസ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിക്കഴിഞ്ഞു. ഇത് വ്യക്തമാക്കുന്നത് ലോകം ഇന്ത്യയെ വെറുമൊരു കമ്പോളമായല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ കരുത്തുള്ള ഒരു നിർമ്മാണ കേന്ദ്രമായാണ് കാണുന്നത് എന്നാണ്. ഈ സഹകരണം സാങ്കേതികമായ കൈമാറ്റങ്ങൾക്കപ്പുറം വലിയ സാമ്പത്തിക നേട്ടങ്ങളും തൊഴിലവസരങ്ങളും ഇന്ത്യയിൽ സൃഷ്ടിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വലിയൊരു വിജയമായി ഇതിനെ നമുക്ക് കാണാം. മുമ്പ് റഷ്യയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾക്കായി കാത്തു നിന്നിരുന്ന ഇന്ത്യ ഇന്ന് അത്യാധുനിക മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും നിർമ്മിച്ച് ലോകത്തിന് നൽകുന്ന കാഴ്ച പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയുടെ തെളിവാണ്. പിനാക്കയ്ക്ക് പുറമെ ഇന്ത്യയുടെ ആകാശ് മിസൈലുകളും ഡ്രോണുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും നിരീക്ഷിച്ചു വരുന്ന ഫ്രാൻസിന്റെ നീക്കം വരും ദശകങ്ങളിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്നതിൽ സംശയമില്ല. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പിനാക്ക പോലുള്ള തദ്ദേശീയ ആയുധങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതായിരിക്കും. പിനാക്കയ്ക്ക് പുറമെ ഇന്ത്യയുടെ പീരങ്കി സംവിധാനങ്ങൾ, മിസൈൽ, ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങൾ എന്നിവയും ഫ്രാൻസ് നിരീക്ഷിക്കുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പങ്കാളിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. ഈ സഹകരണം ഇരു രാജ്യങ്ങളിലെയും സാങ്കേതിക വിദഗ്ധർക്കും എഞ്ചിനീയർമാർക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതിരോധ രംഗത്തെ നൂതന കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് പ്രമുഖ കയറ്റുമതി ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഈ ഇടപാട് വലിയ കരുത്ത് പകരും. ഫ്രാൻസിനെ പോലെ സൈനികമായി അത്യാധുനികമായ ഒരു രാജ്യം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികൾ യൂറോപ്യൻ വിപണിയിലേക്ക് എത്തിക്കുന്നതും ഇത് കാരണമാകും. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇന്ന് കാണുന്ന ഈ വിപ്ലവകരമായ മാറ്റത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവുമുണ്ട്. നമുക്ക് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവരല്ല, മറിച്ച് ലോകത്തിന് ആയുധങ്ങൾ നൽകുന്നവരാകണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. 2014 അദ്ദേഹം മുന്നോട്ട് വെച്ച മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയാണ് ഇന്ന് പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് അടിത്തറയിട്ടത്. ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ കപ്പലുകൾക്കായി തുറമുഖങ്ങളിൽ കാത്തു നിന്നിരുന്ന ഒരു ഇന്ത്യയാണ്. എന്നാൽ ഇന്ന് കാലം മാറി, ചരിത്രം വഴിമാറി ഒഴുകുകയാണ്. ഫ്രാൻസിനെ പോലൊരു സൈനിക വൻശക്തി ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റുകൾക്കായി താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു കച്ചവടത്തിന്റെ കഥയല്ല പറയുന്നത്, മറിച്ച് ലോകത്തിനു മുന്നിൽ ഭാരതം കൈവരിച്ച സാങ്കേതിക മികവിന്റെയും ആത്മനിർഭർ ഭാരതയുടെയും വിളംബരമാണ്. പിനാക്ക എന്നത് വെറുമൊരു ആയുധമല്ല, അത് ഇന്ത്യൻ എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. കാർഗിൽ യുദ്ധഭൂമിയിൽ ആദ്യമായി ഗർജിച്ച ആ കരുത്ത് ഇന്ന് യൂറോപ്പിലെ സൈനിക വ്യൂഹങ്ങളിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം എത്രത്തോളം വളർന്നു എന്നാണ്. പണ്ട് നമുക്ക് ആയുധങ്ങൾ വിറ്റിരുന്ന രാജ്യങ്ങൾ ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യയ്ക്കായി കാത്തു നിൽക്കുകയാണ്. റഫാൽ വിമാനങ്ങൾ നാം വാങ്ങുമ്പോൾ അതിന് പകരമായി പിനാക്ക റോക്കറ്റുകൾ അവർ സ്വീകരിക്കുന്നത് വഴി ഇറക്കുമതിക്കാരൻ എന്ന ലേബലിൽ നിന്ന് നിർമ്മാതാവ് എന്ന തലത്തിലേക്ക് ഇന്ത്യ ഉയർന്നു കഴിഞ്ഞു. ഈ മാറ്റം വലിയൊരു സാമ്പത്തിക വിപ്ലവത്തിന് കൂടിയാണ് വഴി തുറക്കുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യങ്ങൾ മറികടക്കാനും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ഈ മേഖലയിൽ തൊഴിൽ ലഭിക്കാനും ഇത്തരം ഇടപാടുകൾ കാരണമാകും. ലോകം സമാധാനത്തിന് ആഗ്രഹിക്കുമ്പോഴും സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ കരുത്തുറ്റ ആയുധങ്ങൾ അനിവാര്യമായ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിശ്വസ്തമായ സാങ്കേതിക വിദ്യ ലോകത്തിന് കൈത്താങ്ങാകുന്നു എന്നത് അഭിമാനകരമാണ്. ഫ്രഞ്ച് പടക്കപ്പലുകളിൽ ഇന്ത്യൻ റോക്കറ്റുകൾ വിന്യസിക്കപ്പെടുന്ന ആ ദിവസം അത് ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ അഭിമാനം ഉറപ്പിക്കുന്ന ദിവസമായിരിക്കും. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദി വേൾഡ് എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രതിരോധ മേഖലയിൽ ഭാരതം ഒരു ആഗോള ശക്തിയായി മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം അടിവരയിട്ട് പറയുകയാണ് ഈ പിനാക്ക ഫ്രാൻസ് ഇടപാട്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.